Hey guys, welcome to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിനാർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ, അവരുടെ ഫേസ് ഡാമേജ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം അവരുടെ ഫേസ് കെയർ ചെയ്യണം കേട്ടോ. നല്ലപോലെ ഡ്രൈ സ്കിന്നുകാർക്കുള്ളൊരു പ്രത്യേക കുഴപ്പമെന്ന് പറയുമ്പോൾ ഈ കുളിക്കുന്ന സോപ്പ് തന്നെ ഫേസിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോപ്പ് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാനേ പാടില്ല, അങ്ങനെയെങ്കിൽ ഫേസ് ഡ്രൈ ആയിക്കൊണ്ട് പോവും. പല പല പ്രോബ്ലംസ് വരും കേട്ടോ, പിഗ്മെൻറ്റേഷൻസ്, അതുപോലെ ഡാർക്ക് സ്പോട്ട്, സ്ക്രാച്ചസ്, അതുപോലെ പല പ്രശ്നങ്ങളും ഡ്രൈ സ്കിന്നുകാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ സോപ്പ് ഒഴിവാക്കുക. സോപ്പ് മുഖത്ത് യൂസ് ചെയ്യാനേ പാടില്ല കേട്ടോ ഡ്രൈ സ്കിന്നുള്ളവർ. സോപ്പ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്ലെൻസറോ ചെറിയ ഇപ്പോൾ ഡ്രൈ സ്കിന്നിന് വേണ്ടി സ്യൂട്ടായിട്ടുള്ള ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്ലെൻസറിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ പോയി കാണാം കേട്ടോ. അപ്പോൾ അതിലുണ്ടൊരു ക്ലെൻസർ, ലസ്റ്ററിൻ്റെ ബനാന ക്ലെൻസിങ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലെൻസറാണ്. നിങ്ങൾ വാങ്ങിച്ചത് യൂസ് ചെയ്ത് നോക്കൂട്ടോ, ബെസ്റ്റ് റിസൾട്ടാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നന്നായിട്ട് സ്യൂട്ടാവും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം ഒരു 20 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കണം. നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, അതുപോലെ തന്നെ ഇപ്പോൾ നാരങ്ങ വെള്ളം, ചൂടുവെള്ളത്തിൽ നാരങ്ങ കുറച്ച് പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ഹണി ആഡ് ചെയ്ത് നിങ്ങൾ ഡെയിലി കുടിക്കും. പിന്നീടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തോർത്തിട്ട് മുഖത്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് ഒരിക്കലും തുടയ്ക്കരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫേസിൽ ഇങ്ങനെ സ്ക്രാച്ചസ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തോർത്ത് ഉപയോഗിച്ച് നിങ്ങൾ ഫേസ് ഒരുപാട് പ്രസ് ചെയ്ത് റബ്ബ് ചെയ്തൊന്നും ഒരുപാട് അങ്ങോട്ട് തുടയ്ക്കരുത്. ഡ്രൈ സ്കിന്നുള്ളവർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു സിമ്പിൾ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് അലോവേരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ബെസ്റ്റായിട്ട് അലോവേര ഫേസിൽ സ്യൂട്ടാവും. അലോവേര ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ കണക്കിനാണ് കേട്ടോ അലോവേര ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ളൊരു ജെല്ല് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ഇങ്ങനെ ഒരു ബൗളിലിട്ട് ഈ ജെല്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചോ ഒരു ഫോക്ക് വെച്ചിട്ടോ നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലോട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്കും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അലോവേര ആണെങ്കിൽ അതേ കണക്കിന് 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് ഫുൾ അതിലോട്ട് ഇറങ്ങണം. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതോടെ ഫേസിലെ ഡ്രൈനെസ് ഒരു പരമാവധി കുറയ്ക്കാൻ സഹായിക്കും. ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊണ്ടുവരും. ഇതുപോലെ നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ക്രീമി ഫോമിൽ കിട്ടും കേട്ടോ. ഇത് ചെറിയ ചെറിയ കട്ടകൾ കിടന്നാലും കുഴപ്പമില്ല, അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു മസാജ് കൊടുക്കണം കേട്ടോ. ഫേസിൽ ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് മസാജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സ്കിന്നിലോട്ടൊന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 15 മിനിറ്റ് വരെ ഫേസിൽ ഇങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ സ്കിന്നിലെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്നും കൂടെ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയെങ്കിലും ഇഷ്ടമായെങ്കിലും നിങ്ങൾ ലൈക്ക്
ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് കമൻറ്റ് ചെയ്യുക. എന്നാൽ കുഞ്ഞു ബെല്ലൈക്കണോടെ മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയും അപ്പം തന്നെ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ബൈ.